സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളെ പ്രതിരോധിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചതെന്നും ഗോവിന്ദൻ പറഞ്ഞു. മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു. സ്ത്രീകൾക്കായി സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ചെയ്തതായും എം.വി. ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 2022 4.5 ലക്ഷം പേർ അക്രമത്തിനിരയായി എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്കനുസരിച്ച് പ്രതിദിനം 10 ദളിത് സ്ത്രീകൾ, ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നാണ് അവരുടെ കണക്ക്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയുള്ളതാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകുന്ന സമീപനമാണ് സ്ത്രീ സൗഹൃദമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നു. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ ചർച്ച ചെയ്തു. രേഖയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. രേഖ ജനങ്ങൾക്കിടയിൽ നന്നായി പ്രചരിപ്പിക്കും. നയരേഖ LDF-ലും ചർച്ച ചെയ്യും. ഇന്നലെ സഖാവ് പിണറായി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ ഇന്ന് രാവിലെ 9:30 മണി മുതൽ ചർച്ച ചെയ്യുകയും രേഖയ്ക്ക് വൻ സ്വീകാര്യതയാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സംഘങ്ങളിൽ നിന്ന് ഉണ്ടായത്. ഈ രേഖ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് സർക്കാരും പാർട്ടിയും കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും തയ്യാറാവണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. വന്യജീവി ആക്രമണം പ്രതിരോധിക്കണം. പരമ്പരാഗത വ്യവസായ മേഖല സംരക്ഷിക്കപ്പെടണം. അടിസ്ഥാന വർഗത്തെ ഒപ്പം നിർത്തിക്കൊണ്ടായിരിക്കും വികസനം. ചങ്ങാത്ത മുതലാളിത്തം കേരളത്തിൽ നടപ്പാക്കില്ല. ജനവിരുദ്ധമായ ഒരു കാര്യവും ചെയ്യില്ലെന്നും എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.